ഹായ് ഹലോ നമസ്കാരം. ഇന്ന് നമ്മളൊരു കുഞ്ഞ് ട്രിപ്പൊക്കെ ആയിട്ട് ഇറങ്ങിയേക്കുക കേട്ടോ. അപ്പോൾ ജോലിയും ജസ്ലിനും പറയുവേ, ഇങ്ങോട്ട് നോക്ക്. ആണോ? ആഹാ. അങ്ങനെ രജിത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വീട്ടിൽ പോകുകയെന്നാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞതുണ്ടല്ലോ, വെള്ളിയാഴ്ച നടന്ന സംഭവം. ഇന്നാണ് എനിക്ക് വീഡിയോ ഇട്ട് ഇടാൻ പറ്റിയത്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കോർണിഷിൽ നൈറ്റ് ബീച്ച് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബീച്ചിൽ പോകാമെന്ന് കരുതിയിട്ടാണ് പോകുന്നത്. പിള്ളേരെ ഒന്ന് കൊണ്ടുപോയി ബീച്ചിലൊക്കെ കളിപ്പിക്കാം എന്നൊക്കെ കരുതി കോർണിഷിലേക്ക് പോവാണ്. അപ്പോൾ ആദ്യം തന്നെ രജിത്തിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്നു. അവിടെ എത്തി ഫ്രണ്ടിനെയൊക്കെ കൂട്ടിയിട്ട് നമുക്ക് പോകാമെന്ന് കരുതിയിട്ടാട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി, അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ കയറിയിട്ട് പോയാൽ മതിയെന്ന്. അങ്ങനെ പിന്നെ നമ്മളൊന്ന് അങ്ങോട്ട് കയറിപ്പോയേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ വന്നപ്പോഴത്തെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിറച്ച് പൂച്ച കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാളും നിറച്ച് പൂച്ചയായി ഇവിടെ. അപ്പോൾ പൂച്ചയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉള്ളതുകൊണ്ട് ഇവർ കയറി വരുന്നില്ല. ഇവരിങ്ങനെ എല്ലാം കണ്ട് ഇവിടെ നിൽക്കുകയാണ്. വണ്ടിയെ പൂച്ച അത് കണ്ടില്ലേ, കുറേ പൂച്ചക്കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട്. ഇവിടെ പൂച്ചയ്ക്കൊക്കെ ഫുഡ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവരെല്ലാം കൂട്ടത്തോടെ ഇവിടെ ഉണ്ടെന്ന് കേട്ടോ ഇവർ പറഞ്ഞത്. നിറച്ചും കുഞ്ഞു പൂച്ചക്കുഞ്ഞുങ്ങൾ, നല്ല രസം. അതുകൊണ്ടോ വണ്ടിയുടെ മണ്ടയിൽ എവിടെ നോക്കിയാലും പൂച്ചയേ ഉള്ളൂ. പൊതുവേ ഇവയിൽ നിറച്ചും പൂച്ചകളുണ്ട്, പക്ഷേ ഇവിടെ ഒരു കൂട്ടം പൂച്ചകളെയാണ് കാണാൻ പറ്റുന്നത്. അതുപോലെയുണ്ട്. എല്ലാം കുഞ്ഞുങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ അതിനെല്ലാം കണ്ട് മുകളിലേക്ക് കയറാമെന്ന് കരുതി നിൽക്കുക. പിന്നെ പൊതുവേ ക്ലൈമറ്റ് ഒന്ന് ചൂടൊക്കെ കുറഞ്ഞ് ചെറിയൊരു തണുപ്പൊക്കെ യുഎയിലായിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് തണുപ്പ് തുടങ്ങി ഇപ്രാവശ്യത്തെ കൊടും ചൂടിന് ഒരു ശമനമായി. ഇപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഉരുളി കേട്ടോ ആദ്യം കാണുന്നത്. ചേച്ചിയൊക്കെ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന കേട്ടോ വലിയ ഉരുളി, ഈ ഓട്ടുരുളി, അതാണിത്. നല്ല രസമാണ്. ഓട്ടുരുളിക്കകത്ത് ഫുഡൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാട്ടോ. പിന്നെ പെട്ടെന്ന് കുക്ക് ചെയ്ത് എടുക്കാൻ പറ്റും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഓട്ടുരുളി കണ്ടപ്പോൾ എല്ലാം ഒന്ന് നോക്കിയതാണ്. പിന്നെ ഇവിടെ ABCD പഠിത്തമാണ് 3 ആളും കൂടെ. സിറിനും ജോലും ജസ്ലിനും കൂടെ ABCD പഠിക്കല. പിന്നെ അതൊക്കെ കണ്ടുകൊണ്ട് കുറേ നേരം ഇവിടെ ഇരുന്നു. അപ്പോൾ ചേട്ടൻ വേറൊരു ഫ്രണ്ട് ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയിട്ടില്ല. അപ്പോൾ ആളൂടെ വന്നിട്ട് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്നാൽ ചേട്ടനും കൂടെ വന്നിട്ട് പോകാമെന്ന് കരുതി ചേട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. അപ്പോഴത്തേക്കും രാത്രിയായി. നമ്മൾ വന്നപ്പോഴത്തേനെ ലേറ്റ് ആയിരുന്നല്ലോ. സൂര്യൻ താന്ന് തുടങ്ങിയപ്പോഴാണ് ഇറങ്ങിയത്. ഇപ്പോൾ ഏകദേശം നല്ലപോലെ രാത്രിയായി. പിന്നെ ഇങ്ങനെ ഒരു പുളിമിഠായി കിട്ടി കേട്ടോ. ഇത് ഞാൻ ആദ്യം ഫസ്റ്റ് ടൈം ഞാൻ കഴിക്കാം കേട്ടോ. നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കണേ. ജസ്ലിന് വീണ്ടും പഴയ ടോയൊക്കെ കിട്ടി. പിന്നെ മീൻ കുഞ്ഞുങ്ങളൊക്കെ കുറച്ചുകൂടെ വലുതായിട്ടോ, അത്രയേ ഉള്ളൂ. ഒരുപാട് വലുതായിട്ടില്ല, കുറച്ചും കൂടെ വലുതായിട്ട് മീൻ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചു, എൻ്റെ വീഡിയോ ഡെയിലി കാണുന്നവർക്ക് അറിയാമല്ലോ. പിന്നെ കുറച്ച് ഉപ്പിലിട്ടത്, അരിനെല്ലിക്ക ഉപ്പിലിട്ടത്, മാങ്ങ അച്ചാർ, പിന്നെ ഉണക്ക മാങ്ങ അച്ചാർ, അങ്ങനെയൊക്കെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. എല്ലാം ഓരോന്നെടുത്ത് ടേസ്റ്റൊക്കെ ചെയ്തു. അപ്പോഴത്തേക്കും ഫ്രണ്ട് വന്നു കേട്ടോ. ചേട്ടൻ വന്നപ്പോൾ കുറച്ച് കടിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. സുഗനുണ്ട്, സമൂസയുണ്ട്, മുളക് ബജ്ജിയുണ്ട്, പിന്നെ മുട്ട ബജ്ജി. മുളക് ബജ്ജിക്കകത്ത് മുളക് കുറവാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു ഫുൾ മുളകൊക്കെ വെക്കുമല്ലേ, അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇത് മുളക് കുറച്ചേ ഉള്ളൂ, ഒരു മുളകിന് 4ആയിട്ടൊക്കെ പൊളന്നേക്കുക. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് ചേച്ചി ചായയൊക്കെ ഇട്ടു. എല്ലാവരും ചായയും ഈ കടിയും ഒക്കെ കഴിക്കാമെന്ന് പറഞ്ഞു. ജുവല് മുട്ട ബജ്ജി എടുത്തത്. മുട്ട ബജ്ജിക്കകത്ത് ചമ്മന്തിയൊക്കെ വെച്ചിട്ടുള്ള മുട്ട ബജ്ജിയായിരുന്നു കേട്ടോ. കുഴപ്പമില്ലൊരു വെറൈറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഫേവറേറ്റ് മുളക് ബജ്ജി തന്നെ എടുത്തു കേട്ടോ. മുളക് ബജ്ജിയാണ് എനിക്ക് ഫേവറേറ്റ്. അപ്പോൾ ഞാൻ മുളക് ബജ്ജി എടുത്തു. പക്ഷെ മുളക് ഇങ്ങനെ കുറവാണ്. എനിക്ക് നല്ല മുളക് ഉണ്ടായിട്ട് നല്ല എരിവുള്ള ബജ്ജിയാണ് ഇഷ്ടം. പക്ഷേ ഇതിനകത്ത് മുളക് തീരെ കുറവായിരുന്നു. പിന്നെ ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇവിടെ പൂച്ചയ്ക്ക് ഫുഡ് കൊടുക്കുന്ന സമയമായിട്ടോ. എൻ്റെ അമ്മ എല്ലാ പൂച്ചയും കൂടെ ഒരുമിച്ച് കൂടി. എന്ത് പൂച്ചയാ, ഇഷ്ടം പോലെ. പിന്നെ ഞങ്ങൾ വണ്ടിയിൽ കയറി അങ്ങനെ കോർണിഷിലേക്ക് പോവാട്ടോ, നൈറ്റ് ബീച്ചിലേക്ക് പോവാണ്. അപ്പം എല്ലാവരും വളരെ പ്രതീക്ഷയോടെ എല്ലാം എടുത്ത് ഡ്രസ്സൊക്കെ മാറാനും തോർത്താനും എല്ലാം ആയിട്ട് പിള്ളേരെയും കൊണ്ടല്ലേ പോകണം. നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് അങ്ങനെ പോവാണ് കേട്ടോ. ജോലിയും ജസ്റ്റിനെ ഇവിടെ വന്നപ്പോഴത്തേക്കും ചേച്ചി 2 പേർക്കും 2 സൈഡിൽ മുടിയൊക്കെ കെട്ടിക്കൊടുത്തു. ഞാൻ കെട്ടിക്കൊടുത്ത അഴിച്ചപ്പം തന്നെ കളയും, അതുകൊണ്ട് അവനെ കെട്ടിക്കൊടുക്കാത്തത്. കഴിക്കല അങ്ങനെ കെട്ടിയൊക്കെ കൊടുത്ത്
റെഡിയായി ഇങ്ങനെ പോവാണ് കേട്ടോ. നൈറ്റ് വ്യൂ ഇവിടെ നടക്കാൻ എന്ത് രസമാണെന്നറിയോ, ഫുള്ള് ലൈറ്റാണ്, ബിൽഡിങ്ങിലെല്ലാം ലൈറ്റ് തെളിഞ്ഞ് കിടക്കുമ്പോൾ നല്ല ഭംഗിയാട്ടോ കാണാൻ. ചുമ്മാ എവിടെയും പോയില്ലെങ്കിലും നൈറ്റ് ഇതേനെ നടക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്, ഈ വെട്ടമൊക്കെ കണ്ട് നല്ല രസമാണ് ചുമ്മാ നടക്കുകയാണെങ്കിലും. ഇപ്പം നമ്മൾ കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് വണ്ടിക്കാണ് പോകണം, പിന്നെ പിള്ളേരെയും കൊണ്ട് അങ്ങനെ നടക്കണ്ടേ കരുതിയിട്ട് രാത്രിയായല്ലോ, അതുകൊണ്ട് ഒരു സമയം 8:30 ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വണ്ടി എടുത്ത് അങ്ങ് പോവുക ചെയ്തേ. പിന്നെ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പതിയെ നടക്കുക കേട്ടോ. ജസ്ലി സാറിൻ്റെ കയ്യെ പിടിച്ച് സാറിൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ആയിട്ടോ നടക്കണേ. അങ്ങനെ നമ്മൾ അവിടെ ഏകദേശം എത്താറായി. അപ്പോൾ എല്ലായിടത്തും വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട് കേട്ടോ, ചെടികൾക്കും പുല്ലുകളൊക്കെ നനഞ്ഞുകൊണ്ടിരിക്കാൻ. കുറേ നേരം ആ വെള്ളത്തിലൊക്കെ പിള്ളേർ അവിടെ കളിയൊക്കെ കഴിഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളവിടെ എത്താറായി ഏകദേശം. നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു, കാരണം നമ്മളെപ്പോലെ തന്നെ എല്ലാ ആൾക്കാരും അങ്ങോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇതിപ്പോൾ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തതാട്ടോ. എന്നിട്ട് അവിടെ ചെന്നിതാ 3 പേരും സ്മൈലിയുടെ അടുത്ത് കയറി ഇരിക്കുകയാണ്. എന്നിട്ട് ഞാൻ വെറുതെ അവരുടെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്താട്ടോ. നല്ല രസമുണ്ട് കണ്ടോ, വെള്ളം അവിടെ എല്ലാം ചീറ്റുന്നത്, നല്ല നടക്കുമ്പോൾ തന്നെ നമ്മുടെ ദേഹത്തോട്ടൊക്കെ വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്യും, നല്ല രസമാണ്. ഇവിടെ എത്തിയപ്പോൾ ഇതാണ് അവസ്ഥ, അങ്ങ് നീളെ കിടക്കുക കേട്ടോ ക്യൂ. ഗേറ്റ് 5 അവിടെയായിരുന്നു നമ്മൾ. ഒരു രക്ഷയില്ലാതെ ആൾക്കാർ തിങ്ങി നിൽക്കുക. നമ്മളൊരു അരമണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തു. അതിനുശേഷം അറിയുന്നത് ഈ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഇവിടെ ഇങ്ങനെയാണ്, എല്ലാ ആൾക്കാരും വരുമല്ലോ, കാരണം ഇവിടെ ലീവ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എല്ലാവരും വരുന്നതുകൊണ്ട് ഇവിടെ നടക്കില്ല. ഇവിടെ എത്ര ആൾക്കാരുണ്ട് അവരെ കയറ്റിയിട്ട് അവരിറങ്ങിയതിന് ശേഷം അടുത്ത ആൾക്കാരെ കയറ്റുള്ളൂ. അതുകൊണ്ട് അതെല്ലാവരും അറിഞ്ഞിരുന്നോളൂ കേട്ടോ. നൈറ്റ് ബീച്ച് ഓപ്പൺ ആയെന്ന് മാത്രമേ എല്ലാവർക്കും അറിയുള്ളൂ. ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ആർക്കും അറിയാം. 2 മണിക്കൂറൊക്കെ ആയിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാർ വരെ ഉണ്ടെന്നേ. ഒരു ട്രിപ്പ് ആൾക്കാർ കയറി അവരെ ഇറങ്ങിയിട്ട് അവർ എത്ര പേർക്ക് അങ്ങോട്ട് പോകാം എന്നൊക്കെ നോക്കിയിട്ട് മാത്രം അടുത്ത ആൾക്കാരെ കയറ്റി വിടുകയുള്ളൂ. അതുകൊണ്ട് പിന്നെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് പോകുന്നു. പിന്നെ ഇവിടെ വന്ന് കുറച്ച് വാട്ടർ ഡാൻസും ഒക്കെ കണ്ട് പിള്ളേരെ അവിടെ എല്ലാം പാർക്കുണ്ട് കേട്ടോ. പാർക്കിലൊക്കെ കയറി അവർ കുറേ നേരം കളിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ ഈ വാട്ടർ ഡാൻസിൻ്റെ ഇവിടെ വന്നതും കുറേ നേരം കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാം എന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ നൈറ്റ് ബീച്ച് നമുക്ക് നടന്നില്ല. അപ്പോൾ പോകുന്നവരെല്ലാം ശ്രദ്ധിക്കുക, എല്ലാവരും നൈറ്റ് ബീച്ച് ഓപ്പൺ ആണെന്ന് മാത്രമേ അറിയത്തുള്ളൂ, നമ്മളും ഇങ്ങനെ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, പക്ഷേ ഇങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞില്ല. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ട് പിന്നെ ഒരു KFC മേടിച്ചു. അപ്പോൾ എല്ലാവരും ഈ സങ്കടം എല്ലാം മാറ്റാൻ ഈ KFC കഴിച്ച് സന്തോഷിക്കാമെന്ന് കരുതി അങ്ങനെ KFC മേടിച്ച് കുഞ്ഞുങ്ങളെല്ലാം ആദ്യം കഴിക്കാനായിട്ടിരുന്നു. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ട് ഞങ്ങളും കഴിക്കാനായിട്ടിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി നമ്മുടെ വീട്ടിലെത്തി. ഇപ്പോൾ ചേച്ചിയൊക്കെ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ കുറച്ച് നാരങ്ങയും ഹൽവയും, തിരുവനന്തപുരം ഹൽവ കേട്ടോ ഇത്, പിന്നെ അരിനെല്ലിക്ക ഉപ്പിലിട്ടതും അവലോസ് പൊടി, പിന്നെ ഉണക്കി വെച്ചേക്കുന്ന ചക്കക്കുരുവും ചക്കയൊക്കെ പച്ച ഉണക്കി വെയിലത്ത് വെച്ച് ഉണക്കിയത്, പിന്നെ കുറച്ച് കാന്താരിമുളകും ഒക്കെ ചേച്ചി തന്നായിരുന്നു. അതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് അതെല്ലാം എടുത്ത് വെച്ചു. അപ്പം തന്നെ ഹൽവ എല്ലാവർക്കും വേണം, സമയം കുറേ ലേറ്റായി. പിന്നെ ഹൽവയൊക്കെ കട്ട് ചെയ്തു, അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.